ഉത്തർപ്രദേശിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ട മായാവതിയും അഖിലേഷും മഹാസഖ്യം പ്രഖ്യാപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 38 സീറ്റുകളിൽ വീതം ഇരു പാർട്ടികളും മത്സരിക്കും. കോൺഗ്രസുമായി സഖ്യമില്ല. പക്ഷേ രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി എന്നിവരുടെ ലോക്സഭാ മണ്ഡലങ്ങളായ റായ്ബറേലിയും അമേത്തിയിലും കോൺഗ്രസിനെതിരെ മത്സരിക്കില്ല. ബിജെപി അധികാരത്തിലെത്തുന്നത് തടയാനാണ് സഖ്യം. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി പറഞ്ഞു. ബിജെപിയെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് മായാവതിയും അഖിലേഷ് യാദവും ഉത്തർപ്രദേശിൽ BSP-SP സഖ്യപ്രഖ്യാപനം നടത്തിയത്. ബിജെപിയുടെ ദുഷ്ഭരണം നിർത്തലാക്കാനും ദേശീയ താൽപര്യം സംരക്ഷിക്കാനുമാണ് സഖ്യം. ഉത്തർപ്രദേശിൽ 80 ലോക്സഭാ മണ്ഡലങ്ങളിൽ 38 സീറ്റിൽ വീതം ഇരു പാർട്ടികളും സഖ്യമായി മത്സരിക്കും. ബാക്കി വരുന്ന 4 സീറ്റിൽ 2 അജിത് സിംഗിന്റെ RLDക്കും 2 കോൺഗ്രസിനും നൽകും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവരുടെ മണ്ഡലങ്ങളായ റായ്ബറേലി, അമേധി എന്നിവയിൽ സഖ്യം മത്സരിക്കില്ല. പക്ഷേ കോൺഗ്രസുമായി സഖ്യമില്ല. അഴിമതി പാർട്ടിയായ കോൺഗ്രസിനെ ഒപ്പം ചേർക്കാനാകില്ലെന്നും മായാവതി പറഞ്ഞു. ബിജെപി ജാതിയടിസ്ഥാനത്തുള്ള പാർട്ടിയായി മാറി. മോദിക്കും അമിത്ഷായ്ക്കും ഇനി ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കുമെന്നും മായാവതി വ്യക്തമാക്കി. आज बहुजन समाज पार्टी और समाजवादी पार्टी के दोनों नेशनल प्रेसिडेंट की, मुखिया की ये संयुक्त व खासकर प्रधानमंत्री श्री नरेंद्र मोदी की तथा बीजेपी के राष्ट्रीय अध्यक्ष श्री अमित शाह की, अर्थात इन दोनों गुरु व चेले की नींद उड़ाने वाली अति महत्वपूर्ण एवं ऐतिहासिक प्रेस कॉन्फ्रेंस हो रही है. യുപിയിൽ ബിജെപിയെ തോൽപ്പിച്ച മോദി അധികാരത്തിലെത്തുന്നത് തടയുകയാണ് ലക്ഷ്യമെന്നും അഖിലേഷ് വ്യക്തമാക്കി. 2019 പൊതുതെരഞ്ഞെടുപ്പിന് ശേഷവും സഖ്യം തുടരുമെന്നും ഇരുവരും അറിയിച്ചു. 3 പതിറ്റാണ്ടിന്റെ ഭിന്നിപ്പിന് ശേഷമാണ് സമാജ്വാദിയും BSPയും ബിജെപിക്കെതിരെ കൈകോർക്കുന്നത്. ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ മാറ്റിയെഴുതുന്ന രാഷ്ട്രീയ സഖ്യം കോൺഗ്രസിനെ അവഗണിച്ചു എന്നതും ശ്രദ്ധേയമായി. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ 5 മരണം. KSRTC ബസും കാറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. കൂടുതൽ വിവരങ്ങളുമായി രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായോ? ഇപ്പോഴും ആൾക്കാരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. ഇതിൽ അഞ്ജന സുരേഷ് എന്നുള്ള ഒരു യുവതിയുടെ മേൽവിലാസം മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. അതിലുള്ള രേഖകൾ പ്രകാരം വടശ്ശേരിക്കര സ്വദേശികളെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഇവർ ഈ വടശ്ശേരിക്കരയിൽ തിരുവനന്തപുരത്ത് നിന്ന് വടശ്ശേരിക്കരയിലേക്ക് വരികയായിരുന്ന ആൾട്ടോ കാറും തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന KSRTC ബസും കൂട്ടിയിടിച്ചിട്ടാണ് അപകടമുണ്ടായത്. അപകടത്തിൽ കാറ് പൂർണ്ണമായും തകർന്നു. തൽക്ഷണം തന്നെ ഈ 5 പേരും അവിടെ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. ഇവരുടെ മൃതശരീരം ഇപ്പോൾ കടക്കൽ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. കൊല്ലം ആയൂരിൽ വാഹനാപകടത്തിൽ 5 മരണം. സംഭവത്തിൽ 2 കുട്ടികൾ ഉള്ളവരാണ് മരിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് രാജ്കുമാർ നൽകിയത്. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പിന്തുണയുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള വിരമിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് AK പട്നായിക്. അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ തെളിവുകളില്ലെന്നും CVC റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ലെന്നും AK പട്നായിക് വ്യക്തമാക്കി. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേവിനെ പ്രതി ചേർക്കാനുള്ള അലോക് വർമ്മയുടെ നിർദ്ദേശം CBI റദ്ദാക്കി. അലോക് വർമ്മയ്ക്ക് ക്ലീൻ ചിറ്റുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള ജസ്റ്റിസ് AK പട്നായിക് രംഗത്ത് വന്നതോടെ കനത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി സർക്കാർ. ഇത്രയും തിരക്കുപിടിച്ച് അലോക് വർമ്മയെ മാറ്റേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്നാണ് പട്നായിക്കിന്റെ വിലയിരുത്തൽ. അന്വേഷണം നടന്നത് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ പരാതിയിലാണ്. എന്നാൽ രാകേഷ് അസ്താന നേരിട്ട് തന്റെ മുന്നിൽ വന്ന് മൊഴി നൽകിയിട്ടില്ല. രാകേഷ് അസ്താനയുടെ മൊഴി എന്ന പേരിൽ രാകേഷ് അസ്താന ഒപ്പുവെച്ച് 2 പേജ് തനിക്ക് നൽകുകയായിരുന്നുവെന്നും ജസ്റ്റിസ് AK പട്നായിക് വ്യക്തമാക്കി. CVC റിപ്പോർട്ടിൽ വർമ്മയ്ക്കെതിരെ 10-ലേറെ കുറ്റങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉന്നതാധികാര സമിതി അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ അതിൽ പലതിനും തെളിവുകളില്ലെന്നും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ലെന്നും പട്നായിക് വ്യക്തമാക്കിയതിലൂടെ മോദി പൂർണ്ണമായി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൗധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതായി പട്നായിക് ചൂണ്ടിക്കാണിച്ചു.
അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള നിർദ്ദേശം CBIയുടെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു റദ്ദാക്കി. അലോക് വർമ്മ രണ്ടാം വട്ടം CBI തലപ്പത്ത് വന്നപ്പോഴാണ് കുൽദേബിനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ അലോക് വർമ്മയെ പുറത്താക്കിയതോടെ നിർദ്ദേശവും പിൻവലിക്കുകയായിരുന്നു. അലോക് വർമ്മയെ പുറത്താക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. പുതിയ CBI ഡയറക്ടറുടെ പട്ടികയിൽ നിന്ന് കേരള DGP ലോക്നാഥ് ബെഹ്റ പുറത്തായെന്ന് സൂചന. അതേസമയം ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘത്തിലെ അംഗം YC മോദി പട്ടികയിൽ തുടരുന്നു. അലോക് വർമ്മയ്ക്ക് പകരം ഇപ്പോൾ CBI ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവുവിന്റെ കാലാവധി ജനുവരി 31 വരെയാണ്. പുതിയ CBI ഡയറക്ടറെ നിയമിക്കാനായുള്ള ഉന്നതതല സമിതി യോഗം ഈ മാസം തന്നെ നടക്കും. അലോക് വർമ്മയ്ക്ക് പകരമായി തുടരുന്ന ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു ജനുവരി 31 വരെയേ ഔദ്യോഗിക പദവിയിലുണ്ടാവൂ. ഫെബ്രുവരി 1 മുതൽ പുതിയ CBI ഡയറക്ടർ ചുമതലയേൽക്കും. 34 പേരുടെ പ്രാഥമിക പട്ടിക നേരത്തെ തയ്യാറാക്കിയിരുന്നു. ഇതിൽ നിന്നാണ് 1983, 84, 85 ബാച്ചിലെ 17 IPSകാരെ ഉൾക്കൊള്ളിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതിയ പട്ടിക തയ്യാറാക്കിയത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സീനിയോറിറ്റി അടക്കമുള്ള വിഷയങ്ങൾ പരിശോധിക്കാൻ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് മന്ത്രാലയത്തിന് പട്ടിക കൈമാറിയിരുന്നു. ഈ പട്ടികയിൽ നിന്ന് ലോക്നാഥ് ബെഹ്റ പുറത്തായെന്നാണ് സൂചന. ഇപ്പോഴുള്ള പട്ടികയിൽ 9 പേരുടെ പേരുകൾ മാത്രമാണുള്ളത്. ഇതിൽ 3 പേരുടെ പേരുകളാണ് ഉന്നതതല സമിതിയുടെ പരിഗണനയിൽ വരിക. പ്രധാനമന്ത്രി അധ്യക്ഷനായ 3-അംഗ കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുമാണുള്ളത്. ഗുജറാത്ത് കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ലീൻ ചിറ്റ് നൽകിയ പ്രത്യേക അന്വേഷണ സംഘാംഗം YC മോദി പട്ടികയിൽ ഇപ്പോഴുമുണ്ട്. YC മോദിക്ക് പുറമെ രാജേഷ് രഞ്ജൻ, ജവീദ് അഹമ്മദ്, വിവേക് ജോഹ്രി, OP ഗൽഹോത്ര, അരുൺ കുമാർ, റൈന മിത്ര, രജനീകാന്ത് മിശ്ര, SS ദേശ്വൽ എന്നിവരാണ് പട്ടികയിലുള്ളത്. FIR രജിസ്റ്റർ ചെയ്യേണ്ടെന്ന് ദില്ലി ഹൈക്കോടതി വിധി നിലവിലെ CBI ഡെപ്യൂട്ടി ഡയറക്ടർ രാകേഷ് അസ്താനയ്ക്ക് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. ഇതോടെ ഒരു തരത്തിലും അസ്താനയെ പറ്റുന്ന ഉറപ്പായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. ബാബറി മസ്ജിദ് തകർത്ത് വിജയം ആഘോഷിച്ച BJPയെ അതേ വർഷം ഉത്തർപ്രദേശിൽ പരാജയപ്പെടുത്തിയ ചരിത്രമുണ്ട് BSP-SP സഖ്യത്തിന്. ഏറ്റവും വലിയ ഹിന്ദു ഭൂമിയായി BJP വിലയിരുത്തുന്ന UPയിൽ മഹാസഖ്യം വീണ്ടും എത്തുമ്പോൾ മോദിയുടെ രണ്ടാം പ്രധാനമന്ത്രി മോഹമാണ് തടയപ്പെടുന്നത്. മായാവതി അഖിലേഷ് സഖ്യവുമായി മത്സരിച്ചാൽ BJP 10 സീറ്റിൽ മാത്രമായി ചുരുങ്ങുമെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം നിലനിൽപ്പിനു വേണ്ടി മാത്രമാണ് സഖ്യമെന്ന് BJP വിമർശിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, വിശദാംശങ്ങൾ. 2009 പൊതുതെരഞ്ഞെടുപ്പിൽ 116 സീറ്റ് മാത്രമായിരുന്നു BJPക്ക് ഉണ്ടായിരുന്നത്. എന്നാൽ 2014 എത്തിയപ്പോൾ അത് 284 സീറ്റായി. ഇത് ഉത്തർപ്രദേശിൽ നിന്ന് ലഭിച്ച 71 സീറ്റാണ് അവർക്ക് ഗുണകരമായത്. പക്ഷെ ഇപ്പോൾ 2019 മായാവതിയും അഖിലേഷും കൈകോർക്കുമ്പോൾ അത്തരമൊരു സാഹചര്യം ഇപ്പോൾ BJPക്ക് ഇല്ലാതാവുന്നു. പ്രത്യേകിച്ച് 71 സീറ്റ് ലഭിച്ച BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി മാറിയ 2014 34 സീറ്റിൽ രണ്ടാം സ്ഥാനത്തായിരുന്നു. SP ആകട്ടെ 36 സീറ്റിൽ രണ്ടാം സ്ഥാനത്തും. അപ്പൊ ഈ വോട്ട് ബാങ്കുകൾ ഒന്നിക്കുന്നതോടെ നിലവിലെ വോട്ട് ഷെയർ ഇരുവർക്കും വളരും. BJP ആകട്ടെ പഴയതുപോലെ വെറും 10 സീറ്റിൽ ഒതുങ്ങേണ്ടി വരും എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് BSP സമാജ്വാദി സഖ്യം BJPക്ക് വലിയ തിരിച്ചടിയായി മാറുന്നത് പോലും. 1993 ബാബറി മസ്ജിദ് കലാപ സമയത്തിന് ശേഷം പോലും ഉത്തർപ്രദേശിൽ സമാജ്വാദി BSP സഖ്യത്തിന് മുമ്പിൽ BJP പരാജയപ്പെട്ട ചരിത്രമുണ്ട്. അന്ന് 18 മാസത്തിന് ശേഷം ആ സഖ്യം പിളർന്നു. അതിനുശേഷം വീണ്ടും സഖ്യം രൂപീകരിക്കുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള മോദിയുടെ മോഹങ്ങൾക്കാണ് തടയിടപ്പെടുന്നത്. പ്രിയ, ശരി, വിവരങ്ങളാണ് സന്തോഷ് നൽകിയത്. BSP-SP മഹാസഖ്യം അഴിമതിക്കുള്ള സഖ്യമെന്ന് നരേന്ദ്രമോദി. രാഷ്ട്രീയ സഖ്യം ആദർശത്തിന്റെ പേരിലാകണമെന്നും മോദി. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കായി ദില്ലിയിൽ വിളിച്ചു ചേർത്ത BJP ദേശീയ കൌൺസിൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വർഗീയ കാർഡ് ഇറക്കുമെന്ന വ്യക്തമായ സൂചനകളും പുറത്തുവന്നു. അയോധ്യയിൽ രാമക്ഷേത്രം എത്രയും വേഗം നിർമ്മിക്കണമെന്നാണ് ആഗ്രഹമെന്ന BJP അധ്യക്ഷൻ അമിത്ഷാ യോഗത്തിൽ ആവർത്തിച്ചിരുന്നു. യോഗം ഇന്ന് സമാപിക്കും. കോർപ്പറേറ്റുകളുടെ കടം എഴുതിത്തള്ളുന്ന മോദി സർക്കാരിന് രാജ്യത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളാനാകുന്നില്ലെന്ന് AK ആന്റണി. കർഷകരുടെ ഒരു പ്രശ്നവും പരിഹരിക്കപ്പെട്ടില്ല. പ്രശ്നപരിഹാരത്തിന് മോദി സർക്കാരിനെ താഴെ ഇറക്കണമെന്നും കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ രാജ്യത്തെ കർഷകരുടെ കടം എഴുതിത്തള്ളലാകും ആദ്യ നടപടിയെന്നും ആന്റണി പറഞ്ഞു. ഈ രാജ്യത്തെ കോർപ്പറേറ്റുകൾ കടം അധികരിച്ചപ്പോൾ അവർക്ക് 4 ലക്ഷം കോടിയുടെ കടം എഴുതിത്തള്ളാൻ മോദി സർക്കാർ തയ്യാറായി. കോർപ്പറേറ്റുകളുടെ
കടം വീട്ടാൻ, ബാങ്ക് കടം വീട്ടാൻ ലക്ഷങ്ങൾ എഴുതിത്തള്ളുന്ന മോഡി സർക്കാരിന് ഒരു ചില്ലിക്കാശ് പോലും മോഡി ആവർത്തിച്ച് പറയുന്നു. കടാശ്വാസം നടക്കില്ല, കടത്തിന് മൊറട്ടോറിയം നടപ്പുള്ള കാര്യമല്ല, കട എഴുതിത്തള്ളൽ നടപ്പുള്ള കാര്യമല്ല. രാഹുൽ ഗാന്ധി പറഞ്ഞു, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിലെ ഞാൻ ഒപ്പിടാൻ പോകുന്ന ഫയലുകളിൽ ആദ്യത്തെ ഫയലുകളിലൊന്ന് കൃഷിക്കാരുടെ കടമീട്ടുന്നു അദ്ദേഹം പറഞ്ഞു. മുൻ CBI ഡയറക്ടർ അലോക് വർമ്മയ്ക്ക് പിന്തുണയുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള വിരമിച്ച സുപ്രീം കോടതി ജസ്റ്റിസ് AK പട്നായിക് അലോക് വർമ്മയ്ക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണത്തിൽ തെളിവുകളില്ലെന്നും CBC റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ തന്റേതല്ലെന്നും AK പട്നായിക് വ്യക്തമാക്കി. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേവിനെ പ്രതി ചേർക്കാനുള്ള അലോക് വർമ്മയുടെ നിർദ്ദേശം CBI റദ്ദാക്കി. അലോക് വർമ്മയ്ക്ക് ക്ലീൻ ചിറ്റുമായി കേന്ദ്ര വിജിലൻസ് കമ്മീഷന്റെ മേൽനോട്ട ചുമതലയുള്ള ജസ്റ്റിസ് AK പട്നായിക് രംഗത്ത് വന്നതോടെ കനത്ത പ്രതിസന്ധിയിലായിരിക്കുകയാണ് മോദി സർക്കാർ. ഇത്രയും തിരക്കുപിടിച്ച് അലോക് വർമ്മയെ മാറ്റേണ്ട സാഹചര്യമില്ലായിരുന്നുവെന്നാണ് പട്നായിക്കിന്റെ വിലയിരുത്തൽ. അന്വേഷണം നടന്നത് CBI സ്പെഷ്യൽ ഡയറക്ടർ രാകേഷ് അസ്താനയുടെ പരാതിയിലാണ്. എന്നാൽ രാകേഷ് അസ്താന നേരിട്ട് തന്റെ മുന്നിൽ വന്ന് മൊഴി നൽകിയിട്ടില്ല. രാകേഷ് അസ്താനയുടെ മൊഴി എന്ന പേരിൽ രാകേഷ് അസ്താന ഒപ്പുവെച്ച് 2 പേജ് തനിക്ക് നൽകുകയായിരുന്നുവെന്നും ജസ്റ്റിസ് AK പട്നായിക് വ്യക്തമാക്കി. CBC റിപ്പോർട്ടിൽ വർമ്മയ്ക്കെതിരെ 10-ലേറെ കുറ്റങ്ങളെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉന്നതാധികാര സമിതി അദ്ദേഹത്തെ പുറത്താക്കിയത്. എന്നാൽ അതിൽ പലതിനും തെളിവുകളില്ലെന്നും അദ്ദേഹം അഴിമതി നടത്തിയിട്ടില്ലെന്നും പട്നായിക് വ്യക്തമാക്കിയതിലൂടെ മോദി പൂർണ്ണമായി പ്രതിക്കൂട്ടിലായിരിക്കുകയാണ്. കേന്ദ്ര വിജിലൻസ് കമ്മീഷണർ KS ചൌധരി വസതിയിലെത്തി വാർഷിക രഹസ്യ റിപ്പോർട്ടിലെ അസ്താനയ്ക്കെതിരെയുള്ള പരാമർശങ്ങൾ പിൻവലിക്കണമെന്നും പിൻവലിച്ചാൽ എല്ലാം ശരിയാകുമെന്ന് ഉറപ്പു നൽകിയെന്നും അലോക് വർമ്മ വ്യക്തമാക്കിയതായി പട്നായിക് ചൂണ്ടിക്കാണിച്ചു. അതേസമയം കൽക്കരി അഴിമതി കേസിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥൻ ഭാസ്കർ കുൽദേബിനെ പ്രതി ചേർക്കാനുള്ള നിർദ്ദേശം CBIയുടെ ഇടക്കാല ഡയറക്ടർ നാഗേശ്വർ റാവു റദ്ദാക്കി. അലോക് വർമ്മ 2ാം വട്ടം CBI തലപ്പത്ത് വന്നപ്പോഴാണ് കുൽദേബിനെ പ്രതി ചേർക്കാൻ നിർദ്ദേശം നൽകിയത്. എന്നാൽ അലോക് വർമ്മയെ പുറത്താക്കിയതോടെ നിർദ്ദേശവും പിൻവലിക്കുകയായിരുന്നു. അലോക് വർമ്മയെ പുറത്താക്കിയതിന് പിന്നിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ IAS ഉദ്യോഗസ്ഥനെ രക്ഷിക്കാനുള്ള നീക്കമുണ്ടെന്നാണ് ആരോപണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. ആലപ്പാട് വിഷയത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു. പ്രദേശവാസികളുടെ സമരം തുടരുന്ന സാഹചര്യത്തിലാണ് യോഗം വിളിച്ചത്. ബുധനാഴ്ചയാണ് യോഗം ചേരുന്നത്. വിവരങ്ങളുമായി ലസ്ലി ചേരുകയാണ്. ലസ്ലി, മുഖ്യമന്ത്രി അങ്ങനെ ഉന്നത തല യോഗത്തിന് ഉദ്യോഗസ്ഥരെ വിളിച്ചിരിക്കുകയാണ്. ഈ ഒരു വിഷയം സർക്കാർ ഗൗരവമായി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാകുന്ന സൂചനയാണ് ഈ ഒരു യോഗത്തിൽ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥരെ വിളിച്ചതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ യോഗത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എന്താണ്? വ്യവസ്ഥകൾ ലംഘിച്ച് ആലപ്പാട് മേഖലയിൽ കരിമണൽ ഖനനം നടത്താൻ അനുവദിക്കില്ല എന്ന മന്ത്രിമാരായ G സുധാകരനും മേഴ്സിക്കുട്ടിയമ്മയും വ്യക്തമാക്കിയ സാഹചര്യം നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ബുധനാഴ്ചയാണ് ഇത് സംബന്ധിച്ച് വിവിധ വകുപ്പുകളുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തിരിക്കുന്നത്. കഴിഞ്ഞ 70 ദിവസമായി ആലപ്പാട് മേഖലയിൽ ഖനനത്തിനെതിരെ നാട്ടുകാർ സമരസമിതി രൂപീകരിച്ചുകൊണ്ടുള്ള സമരം നടത്തുകയാണ്. ഇതിന്റെ ഗൗരവം കൂടി മനസ്സിലാക്കിയ ശേഷമാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുന്നത്. ആലപ്പാട് ഖനനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സമഗ്രമായ പരിശോധനകൾ നടത്തിയ ശേഷമാകും അന്തിമ തീരുമാനത്തിലേക്ക് സർക്കാർ കടക്കുക. ഇതിന്റെ ആദ്യപടി എന്നോളമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥതല യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. എന്തായാലും ബുധനാഴ്ച വിവിധ വകുപ്പുകളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ യോഗത്തിൽ വിശദമായി കാര്യങ്ങൾ അവതരിപ്പിക്കും. ഇത് പഠിച്ച ശേഷമായിരിക്കും സർക്കാർ അനന്തര നടപടികളിലേക്ക് കടക്കുക. പ്രിയ, ശരി, വിവരങ്ങളാണ് ലസ്ലി നൽകിയത്. ആലപ്പാട് വിഷയത്തിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രിമാർ. ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ സർക്കാർ പരിശോധിക്കും. നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക്. നിയമസഭയുടെ പരിസ്ഥിതി സമിതി തന്നെ അവിടുത്തെ ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അവിടെ എങ്ങനെയാണ് ഖനനം നടത്തേണ്ടതെന്ന് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. ആ സമിതിയുടെ ശുപാർശ അനുസരിച്ചിട്ട് കാര്യങ്ങൾ നടക്കണം. ജനങ്ങളൊരു ആശങ്ക ഉന്നയിച്ചാൽ ചർച്ച വേണ്ടി വരും. അത് വ്യവസായ വകുപ്പ് അതിനാവശ്യമായി മുൻകൈയെടുക്കും. ആലപ്പാട് ആ പ്രശ്നങ്ങളാകെ വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ IRU എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ്. അവരതിൽ ഒരു 3 പ്ലോട്ട് അവർക്ക് തിരിച്ച് നേരത്തെ കൊടുത്താണ്. അതിൽ ഒരു പ്ലോട്ടിൽ നിന്ന് മാത്രമേ ഇപ്പോൾ അവർ എടുക്കുന്നുള്ളൂ ഈ മണൽ. ആ മണൽ തന്നെ ഈ കടൽ അടിച്ചുകൊണ്ടുവരുന്ന മണലെടുക്കുകയാണ്. അപ്പോൾ അവിടെ വേറെ പ്രത്യേകിച്ച് എന്തെങ്കിലും കരയിടിഞ്ഞോ മറ്റേതെങ്കിലും തരത്തിൽ പ്രത്യേകിച്ച് സംഭവിക്കാൻ സാധാരണഗതിയിൽ സാധ്യതയില്ലാത്തതാണ്. ഇപ്പോഴെന്താണ് ഈ പ്രശ്നം എന്നുള്ള കാര്യം വിശദമായി പഠിക്കേണ്ടതുണ്ട്.
ഒരു പ്രദേശത്തിൻ്റെ ആവാസ വ്യവസ്ഥ ഇല്ലാതാകത്തക്ക വിധം ഖനനം ചെയ്യാൻ ആർക്കും അവകാശമില്ല. അത് അംഗീകരിക്കപ്പെട്ട നിയമമാണ്. അതിന് പ്രയാസമില്ലാത്ത തരത്തിൽ വേണേൽ കരിമണൽ മാത്രം മാറാനാണ് പ്രശ്നം, കുഴിക്കേണ്ട കാര്യമില്ല. ഇത് നല്ലൊരു ഭാഗം ആരോ വാരിക്കൊണ്ട് പോവുകയാണ് പതിറ്റാണ്ടുകളായിട്ട്, അറിഞ്ഞിരിക്കും. അതാരും പറയുന്നില്ല. അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മല പോലെ പൊങ്ങേണ്ടതല്ലേ എന്ത്? ഇത് കൃത്യമായി ഇത് വാരിക്കൊണ്ട് പോവാണ് ആരോ. CPI എല്ലാ സമരത്തിനും ജനങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ആ സമരം ന്യായമായി ചർച്ച ചെയ്ത് സെറ്റിൽ ചെയ്യും ഗവൺമെൻറ്. ഭൂമി നഷ്ടപ്പെടുന്നതോ ഒക്കെ ഗൗരവമുള്ള പ്രശ്നങ്ങളാണ്. ജനങ്ങളുടെ ജീവനത്തിൻ്റെ പ്രശ്നവുമുണ്ട്. ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു. രാജപ്രതിനിധി രാഘവ വർമ്മ രാജയാണ് തിരുവാഭരണത്തിന് അകമ്പടി സേവിക്കുന്നത്. സായുധ പോലീസിന്റെ സുരക്ഷയിലാണ് തിരുവാഭരണ ഘോഷയാത്ര. 14 വൈകിട്ട് സന്നിധാനത്തെത്തുന്ന തിരുവാഭരണം ചാർത്തി അയ്യപ്പന് ദീപാരാധന അർപ്പിക്കുന്നതോടെ പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയും. ശബരിമല വിഷയത്തിൽ പ്രതിഷേധക്കാരെ വെല്ലുവിളിച്ച് ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി. ശബരിമലയിൽ താൻ ദർശനം നടത്തുമെന്നും അതിനുശേഷം മാത്രമേ പ്രതിഷേധക്കാർ അറിയുകയുള്ളൂവെന്നും തൃപ്തി ദേശായി പറഞ്ഞു. തന്റെ ഫേസ്ബുക്ക് വീഡിയോയിലൂടെയായിരുന്നു തൃപ്തിയുടെ പ്രതികരണം. ശബരിമലയിൽ മണ്ഡല ഉത്സവകാലത്തെ ദർശനത്തിനെത്തിയ ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി സംഘപരിവാർ സംഘടനകളുടെ കടുത്ത എതിർപ്പിനെ തുടർന്ന് നേരത്തെ മടങ്ങിപ്പോയിരുന്നു. തുടർന്നാണ് സന്നിധാനത്തേക്ക് താൻ വീണ്ടും എത്തുമെന്ന് വെല്ലുവിളിയുയർത്തി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രതിഷേധക്കാർ അറിയാതെയായിരിക്കും സന്നിധാനത്തെ താൻ ദർശനം നടത്തുകയെന്നും 10നും 50നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകളെ അണിനിരത്തി മനുഷ്യച്ചങ്ങലയിലൂടെയായിരിക്കും ദർശനം നടത്തുകയെന്നും തൃപ്തി വ്യക്തമാക്കുന്നു. जब प्रवेश करेंगे तो प्रवेश करके जब बाहर आएंगे तब तक आपको जो है वो पता भी नहीं चलेगा. यह हमारा चैलेंज है. इससे अच्छा है कि जो महिलाएं 10 to 50 इयर्स की वहां पे जाना चाहती है तो उनको ह्यूमन चेन करके आपने जो है वो प्रवेश देना चाहिए. और रहा हमारा मुद्दा, താൻ ഇതിനെ ചലഞ്ചായാണ് നോക്കിക്കാണുന്നത്. പ്രതിഷേധിക്കുകയാണെങ്കിൽ അത് ഗാന്ധി മാർഗത്തിലൂടെയാകണമെന്നും അക്രമമല്ല സ്വീകരിക്കേണ്ടതെന്നും തൃപ്തി വ്യക്തമാക്കുന്നു. क्योंकि हमारा गांधीगिरी मार्ग से आंदोलन होकर भी आपका वायलेंस आंदोलन आपने किया और आप जो है वो हमारे गांधीगिरी मार्ग को डर रहे हैं. तो ये समाज में बहुत अच्छा संदेश जो है वो जा रहा है. അതേസമയം താൻ ഉൾപ്പെട്ട സംഘം സന്നിധാനത്ത് ദർശനം നടത്തിയെന്ന വാർത്ത അഭ്യൂഹം മാത്രമാണെന്നും തൃപ്തി പ്രതികരിച്ചു. मैं उन विरोधकों को यही कहना चाहूंगी कि ന്യൂസ് ഡെസ്ക്. ശബരിമല വിഷയത്തിൽ തന്ത്രി നിലപാട് മാറ്റണമെന്നും സുദീർഘമായ ശുദ്ധിക്രിയാകർമ്മം 1 മണിക്കൂർ കൊണ്ട് നടപ്പിലാക്കിയ ശബരിമല തന്ത്രി അതിന്റെ യുക്തി ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും ബോധിപ്പിക്കണമെന്നും എഴുത്തുകാരൻ SP നമ്പൂതിരി. പീപ്പിൾ ടിവിയുടെ അന്യോന്യം അഭിമുഖ പരിപാടിയിലായിരുന്നു SP നമ്പൂതിരിയുടെ പ്രതികരണം. ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ തന്ത്രി കണ്ഠരര് രാജീവർ തന്റെ നിലപാട് മാറ്റണമെന്നും പ്രത്യേക രാഷ്ട്രീയ താൽപര്യങ്ങൾക്കും ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങൾക്കും കക്ഷി ചേരേണ്ടയാളല്ല ഒരു തന്ത്രിയെന്നും എഴുത്തുകാരൻ SP നമ്പൂതിരി പീപ്പിൾ ടിവിയോട് പറഞ്ഞു. അദ്ദേഹവും അറിഞ്ഞോ അറിയാതെയോ ഈ രാഷ്ട്രീയ ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നാണ് തോന്നുന്നത്. അദ്ദേഹം തിരുത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ വ്യക്തമാണല്ലോ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിന് പിന്നിലുണ്ട്. അതിൽ തന്ത്രി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ നിലവാരത്തിനൊക്കെ മുകളിൽ നിൽക്കേണ്ട ആളാണ്. ആത്മീയ നിലവാരം ഇപ്പോൾ വിവേകാനന്ദനെ പറ്റിയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അവരൊക്കെ അതിനൊക്കെ ഉയർത്തി നിൽക്കുന്ന ആൾക്കാരാണ്. ഈശ്വര സങ്കല്പത്തെക്കുറിച്ച് തന്നെ വിവേകാനന്ദ പറയുന്നത് പ്രപഞ്ച പരമാത്മാവെന്നാണ് പറയുന്നത്. ദ സോൾ ഓഫ് യൂണിവേഴ്സ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുപോലെയുള്ള സങ്കല്പത്തിൽ നിൽക്കുകയും ആ സങ്കല്പത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ട ആളാണ് തന്ത്രി. അല്ലാതെ ഈ ദൈനംദിന രാഷ്ട്രീയ വ്യവഹാരങ്ങളിൽ ഇടപെട്ട് അതിൽ കക്ഷിയായി അതിൽ ചില പ്രത്യേക താല്പര്യക്കാർക്ക് മുതലെടുക്കാൻ അവസരം സൃഷ്ടിക്കുന്ന നിലയിലേക്ക് ഒരു തന്ത്രി ഒരിക്കലും താഴാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സുദീർഘമായ ശുദ്ധിക്രിയാകർമ്മം 1 മണിക്കൂർ കൊണ്ട് നടപ്പിലാക്കിയ ശബരിമല തന്ത്രി അതിന്റെ യുക്തി ഭക്തജനങ്ങളെയും പൊതുജനങ്ങളെയും ബോധിപ്പിക്കുകയും വേണം. സ്ത്രീ പ്രവേശനമുണ്ടായാൽ അമ്പലമടച്ച് താക്കോൽ രാജാവിനെ ഏൽപ്പിച്ച് മടങ്ങുമെന്നായിരുന്നു തന്ത്രി ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നതെന്നും എന്നാൽ പിന്നീട് സ്ത്രീ പ്രവേശനമുണ്ടായപ്പോൾ തന്ത്രി ഇത് നടപ്പിലാക്കിയില്ല എന്നും SP നമ്പൂതിരി പ്രതികരിച്ചു. സ്ത്രീ പ്രവേശിക്കുകയാണെങ്കിൽ ഞാൻ അമ്പലം അടച്ച് നട പൂട്ടി താക്കോൽ രാജാവിനെ ഏൽപ്പിച്ചിട്ട് സ്ഥലം വിടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ യഥാർത്ഥത്തിൽ സ്ത്രീ പ്രവേശിപ്പിച്ചപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത്? 1 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ഇൻസ്റ്റന്റ് ശുദ്ധിക്രിയ നടത്തി. ഇൻസ്റ്റന്റ് ശുദ്ധിക്രിയ ആയിരുന്നല്ലോ. തീർച്ചയാണല്ലോ. മറ്റേതാണെങ്കിൽ തത്വഹോമം, കലശം, നിരവധി പരിപാടി, ബിംബശുദ്ധി ഒരുപാട് ഒരു ദിവസം കൊണ്ട് തീരില്ല.
അങ്ങനെയുള്ള ഒരു വിസ്തരിച്ചുള്ള കാലസം വേണ്ടി വരും എന്നാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിരുന്നത്. അതുകൊണ്ട് ഞാൻ അടച്ചു പോകും. ചിലപ്പോൾ അവിടെയും നിൽക്കുകയില്ല. ഇങ്ങനെ ബിംബത്തിന് ചൈതന്യലോപം വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ അഷ്ടമംഗല പ്രശ്നം വരെ ചിലപ്പം വേണമെന്ന് വരാം. അത്തരം സുദീർഘമായ പരിപാടികളെല്ലാം ഒഴിവാക്കി 1 മണിക്കൂർ കൊണ്ട് ഇത് ചെയ്തതിൻ്റെ യുക്തി എന്താണെന്ന് ഭക്തജനങ്ങളുടെയും പൗരജനങ്ങളുടെയും എല്ലാവരുടെയും സംശയ നിവാരണത്തിൽ തന്ത്രി തയ്യാറാവേണ്ടതാണ്. പീപ്പിൾ ടിവിയുടെ അന്യോന്യം അഭിമുഖ പരിപാടിയിലായിരുന്നു SP നമ്പൂതിരിയുടെ പ്രതികരണം. പരിപാടി ശനിയാഴ്ച വൈകിട്ട് 7:30 പീപ്പിൾ ടിവിയിൽ സംപ്രേഷണം ചെയ്യും. ന്യൂസ് ഡെസ്ക്